ഹലോ നമസ്കാരം രഞ്ജിത്ത്. പലരും പറയാറുണ്ട് എൻ്റെ ബിസിനസ് സ്റ്റക്കാണ്. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ബിസിനസ് സ്റ്റക്കാവുന്നത്? പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ചും ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റിനെ ബന്ധിപ്പിച്ചുകൊണ്ട്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ ബിസിനസ് സ്റ്റക്കാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. ഏറ്റവും ആദ്യത്തെ കാരണം, നിങ്ങൾ വളരെ ബിസിയാണ് പക്ഷെ പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾ ബിസി ആവുന്നത്? നിങ്ങൾ മൈക്രോ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 50 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും 80% ഡിസിഷൻസ് എടുക്കുന്നതും നിങ്ങൾ തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി ഡെലിഗേറ്റ് ചെയ്യാതെ, കൃത്യമായി ആളുകൾക്ക് ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ചു കൊടുക്കാതെ, ടീമിനെ എംപവർ ചെയ്യാതെ, ബിൽഡ് ചെയ്യാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബിസിനസ്സിനെ വലുതാക്കാൻ കഴിയില്ല. ഡെലിഗേറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ ബിസിനസ് സ്റ്റക്കായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഒന്ന് ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് വളർത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അടക്കം ഡെലിഗേറ്റ് ചെയ്യാൻ റെഡിയാവണം. ആദ്യം ഡെലിഗേഷൻ എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് നിങ്ങൾ എന്ന് പറയുന്ന ലീഡറിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റിൽ ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ വളരാൻ സാധിക്കൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും റിസ്ക് എടുക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ പല ഡിസിഷൻസും നിങ്ങൾ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നഷ്ടമാകുന്നു. നിങ്ങളുടെ നഷ്ടമാകുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് റിസ്കുകൾ എടുക്കാൻ തയ്യാറാവുക തന്നെ വേണം. ഒരു ഓൺട്രപ്രണറുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് റിസ്ക് എടുക്കാനുള്ള കഴിവാണെന്ന് തിരിച്ചറിയുക. റിസ്കുകൾ എടുക്കാതെ ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉണ്ടാവുകയില്ല, മുന്നോട്ട് പ്രയാണം ഉണ്ടാവുകയില്ല. ഉറപ്പിച്ചോളൂ, കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കൃത്യമായ റിസ്കുകൾ എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഓൺട്രപ്രണർഷിപ്പ് വിജയിപ്പിക്കാൻ സാധിക്കൂ. മൂന്നാമത്തെ കാര്യം, നിങ്ങളിലും നിങ്ങളുടെ ടീമിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റോ മെറ്റീരിയലിലും ഇൻഫ്രാസ്ട്രക്ചറിലും കൂടുതൽ ചെയ്യുന്നത്. നിങ്ങളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്തത്? നിങ്ങളുടെ നോളജ് ബെറ്റർ ആക്കാൻ, നിങ്ങളുടെ സ്കിൽസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ ഇമേജ് ബെറ്റർ ആക്കാൻ, നിങ്ങൾക്ക് നല്ല ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഒപ്പം തന്നെ നിങ്ങളുടെ ടീമിന്റെ എബിലിറ്റീസും ബെറ്റർ ആവുന്നു. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഈ 3 മൈൻഡ് സെറ്റുകൾ മാറ്റിയെടുക്കാതെ, അതായത് ഡെലിഗേറ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കാതെ, റിസ്ക് എടുക്കാനുള്ള ഭയം മാറ്റിയെടുക്കാതെ, തങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കാതെ ഒരു കാരണവശാലും ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ബിസിനസ് തുടങ്ങുന്നവരാവട്ടെ, ഓൾറെഡി ബിസിനസ് റൺ ചെയ്യുന്നവരാവട്ടെ, നിങ്ങൾ വെറുതെ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഈ 3 കാര്യങ്ങളിലും ഒരല്പമെങ്കിലും മാറ്റം വരുത്തി നോക്കൂ. ഞാൻ ഉറപ്പ് പറയുന്നു, ബിസിനസ് അടുത്ത ലെവലിലേക്ക് സഞ്ചരിക്കും. ഓൾ ദ ബെസ്റ്റ്.